മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറ്റിക്കുരുമുളകിന് വളമിടുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. കുറ്റിക്കുരുമുളക് ഇന്ന് വളരെയധികം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മുളകാണ്. കാരണം കുറ്റിക്കുരുമുളക് നടുമ്പോൾ തന്നെ നട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച മുതൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് അതിൽ നിന്ന് മുളക് പറിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുറ്റിക്കുരുമുളകിൻ്റെ പരിചരണം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് രണ്ട് രീതിയിൽ ആൾക്കാർ കുറ്റിക്കുരുമുളക് ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇത് ചട്ടിയിൽ കുറ്റിക്കുരുമുളക് ചട്ടിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പം മണ്ണിലാണ്. ഇത് സ്ഥലവിസ്തൃതി ഉള്ളവർക്ക് മണ്ണിൽ കൃഷി ചെയ്യാം. അപ്പോൾ ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന കുറ്റിക്കുരുമുളകിൻ്റെ വളമിടയിലാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇതിന് ആദ്യമായി നമ്മൾ വേണ്ടത്, ഇപ്പം അതികഠിനമായ ചൂടായിരുന്നു. ഈ വരൾച്ചയ്ക്ക് ശേഷം നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്. ഈ വരൾച്ചയിൽ കഴിയുന്നതും ഈ കുറ്റിക്കുരുമുളകിന് വളമിടരുത്. കാരണം പാർശ്വവള്ളികൾ കണ്ടിച്ചെടുത്താണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അല്പം പ്രതിരോധ ശേഷിയൊക്കെ കുറവുള്ളതാണ്. അപ്പോൾ കഴിയുന്നതും അതികഠിനമായ ചൂടിൽ 2 പ്രാവശ്യം നനച്ചു കൊടുക്കുന്നത് നല്ലതാണെങ്കിലും വളമിടുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ മഴയുടെ ആരംഭത്തോടു കൂടിയാണ് നമ്മൾ വളമിടുന്നത്. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം, മഴയുള്ളപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ വളമിട്ട് കൊടുക്കണം. അതിനിവിടെ ആദ്യമായി ഞാൻ ചെയ്തത് ഇതേപോലെ ഒരു മാന്തി കൊണ്ട് നമ്മളിതിൻ്റെ ചുവടൊന്ന് വൃത്തിയാക്കിയാണ്. ചെറിയ കല്ലും അതുപോലെ തന്നെ ചെറിയ പോച്ചകളും ഒക്കെ ഒന്ന് മാറ്റി നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മഴയൊക്കെ വരുവാണ്, ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കണം. മണ്ണ് അതിൻ്റെ തടം ഒന്ന് ശരിയാക്കുക എന്നുള്ള മണ്ണിങ്ങനെ മണ്ണിട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തടം നമ്മൾ മണ്ണൊക്കെ ഇളക്കി, വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ വന്നാൽ ഒഴുകി പോകാനൊക്കാത്ത വിധം ചുവട്ടിൽ തന്നെ വെള്ളം കിടക്കത്തക്ക രീതിയിൽ നമ്മൾ ഇത് ചുവട് ശരിയാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മണ്ണ് ചെറുതായിട്ട് ഇളക്കി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാന്തിയൊക്കെ ഉപയോഗിച്ച് മണ്ണ് ശരിയാക്കുമ്പോൾ ഇതിൻ്റെ ചുവട് ഇളക്കുമ്പോഴൊക്കെ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു വേര് പോലും പൊട്ടിപ്പോകാൻ ഇടയാവാത്ത വിധത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇത് ചെയ്യുവാൻ. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം തന്നെ ഈ കുറ്റിക്കുരുമുളക് തന്നെ നിറയെ കായ്ച്ചിട്ടുണ്ട്. നിറയെ കായ്ഫലത്തോടുകൂടി വിളഞ്ഞതുണ്ട്, തിരിയുണ്ട്, എല്ലാം ഉണ്ട്. നിറയെ കായ്ച്ച് നിൽപ്പുണ്ട് ഈ കുറ്റിക്കുരുമുളക്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് എല്ലുപൊടിയാണ്. ഒരു 100 ഗ്രാം എല്ലുപൊടി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കണം. 100 ഗ്രാം എല്ലുപൊടി മതി, കൂടുതലൊന്നും വേണ്ട. 100 ഗ്രാം എല്ലുപൊടി. കാരണം കുറ്റിക്കുരുമുളകാണ്. 100 ഗ്രാം എല്ലുപൊടി നമ്മൾ ചുവട്ടിലിട്ട് കൊടുത്തു. 100 ഗ്രാം എല്ലുപൊടി ഇട്ടു. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കമ്പോസ്റ്റ് വളമാണ്. കമ്പോസ്റ്റ് വളം എന്ന് വെച്ചാൽ, ഇത് അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അതായത് പച്ചക്കറി അരിയുമ്പോൾ കിട്ടുന്ന അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ അതെല്ലാം കൂടെ ഒരു ക്യാനകത്തിട്ട് അത് 6-7 മാസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്ത ഈ കമ്പോസ്റ്റാണ്. ഇത് കണ്ട, ഇതും ഒരു 1/2 കിലോയോളം ഞാൻ ഇതും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടണം. അതായത് നമ്മൾ ഇട്ട് കൊടുത്ത വളത്തിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ച് വരത്തക്ക 1/4 ഇഞ്ച് ഇതിൻ്റെ മുകളിൽ 1/4 ഇഞ്ച് കനത്തിൽ, കൂടുതൽ മണ്ണ് വേണ്ട, 1/4 ഇഞ്ച് കനത്തിൽ നമ്മൾ മണ്ണിടുക എന്നുള്ളതാണ്. 1/4 ഇഞ്ച് കനത്തിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. കാരണം ഈ മണ്ണിൽ ലയിച്ച് മാത്രമേ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. വളം മണ്ണിൽ ലയിച്ച് ലായനി രൂപത്തിലാകുമ്പോഴാണ് സസ്യങ്ങൾ ഈ വളം വലിച്ചെടുക്കുന്നതെന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ശേഷം, അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ ചുവട് ഭംഗിയായിട്ടൊന്ന് ഇളക്കി, വേരുകൾക്കൊന്നും ഒരു ദോഷവും വരാത്ത രീതിയിലാണ് നമ്മൾ വേരിളക്കിയത്. അതിനുശേഷം കുറച്ച് മണ്ണ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ ഇതേപോലെ അരിക് നമ്മൾ ബലപ്പെടുത്തി വെച്ചു. പിന്നീട് നമ്മൾ ചെയ്തത് എല്ലുപൊടി, 100 ഗ്രാം എല്ലുപൊടി ഇതിൻ്റെ വട്ടം വിതറി കൊടുത്തു. പിന്നീട് അടുക്കളയിൽ നിന്ന് ഉള്ള കമ്പോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതി എന്ന് വെച്ചാൽ, ഇതിൻ്റെ ചുവട്ടിൽ തണുപ്പ് കിടക്കാൻ വേണ്ടിയിട്ട് കരിയില നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ കരിയില ഇട്ട് കൊടുക്കുക. അപ്പം കരിയില ഇട്ട് കൊടുത്തു. ഇനിയും കോഴിയുടെ ശല്യമൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുറച്ച് 2-3-4 കമ്പെടുത്ത് ഈ കരിയിലയുടെ ചുവട്ടിൽ വെച്ചാൽ കോഴികൾ ചതഞ്ഞ് കളയത്തില്ല.
കോഴികൾ ചതഞ്ഞ് കളഞ്ഞാൽ ചതയുമ്പോൾ തന്നെ ഇതിൻ്റെ വേരുകൾക്ക് കേടുപറ്റുകയും ഇത് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് നമ്മൾ വളർത്തിയെടുക്കാൻ. വളരെ ശ്രദ്ധയോടുകൂടി ഇത് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പം നമ്മൾ ഇനിയും ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുറ്റിക്കുരുമുളക് വ്യവസായ അടിസ്ഥാനത്തിൽ നമുക്ക് തൊഴിലിനായിട്ട് ഒരിക്കലും കുറ്റിക്കുരുമുളക് നമ്മൾ വളർത്തരുത്. കാരണം ഇതിൽ നിന്ന് ഒരു എത്ര നമ്മൾ നല്ല രീതിയിൽ വളർത്തിയാലും ഉൽപ്പാദനത്തിൽ ഒരു പരിധിയുണ്ട്. പിന്നെ ചിലവ് കുറവാണ്, പരിചരിക്കാനൊക്കെ കുറവാണ്, കെയറുണ്ട എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും കുറ്റിക്കുരുമുളക് ഒരു 3-4 മൂട് വെച്ച് പിടിപ്പിച്ച് വളർത്തുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുളക് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം. ഒരു 4 മൂട് കുറ്റിക്കുരുമുളക് ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുളക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമുള്ളത് വെച്ചാൽ സമയം വേണം. എല്ലാ ദിവസവും ഇത് തിരി വീഴും. അതുപോലെ തന്നെ കൂടെ ഇതിൻ്റെ മുളക് വിളഞ്ഞ് പഴുക്കും. ഒരുപാട് പഴുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മുളക് പറിച്ചെടുത്ത് അത് ഉണങ്ങി വെക്കണം. അങ്ങനെ ആണ്. അല്ലാതെ ഇത് സീസണില്ല. എല്ലാ സമയത്തും ഇതിൽ നിന്നും ആദായം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് സീസൺ ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിചരിക്കാൻ താല്പര്യവും ഇതിനോട് സ്നേഹവും ഉള്ളവർ മാത്രമേ ഇത് വളർത്താവൂ. അല്ലാത്തവർക്ക് പറ്റുന്ന മറ്റൊരു മെത്തേഡ് പറഞ്ഞാൽ ഈ വള്ളിക്കുരുമുളകാണ്. ഇത് കുറ്റിക്കുരുമുളക്. വള്ളിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ നിൽക്കുന്നതാണ് വള്ളിക്കുരുമുളക്. ഈ വള്ളിക്കുരുമുളകും കുറ്റിക്കുരുമുളകും ഒരേ സമയത്ത് നട്ടതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് കായ്വലമായിട്ടില്ല. ഇത് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഇത് കായ്വലമാവണമെങ്കിൽ മിനിമം 2 കൊല്ലം എടുക്കും. 2 കൊല്ലം എടുക്കുമ്പോഴത്തേന് ഇത് വലിയ ഒരു എന്തെങ്കിലും കയറ്റി വിടാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് PVC പൈപ്പ്, ഒരാൾ ഹൈറ്റുള്ള PVC പൈപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ട് അതേ കയറ്റാനാണ്. അപ്പം ഇത് ആണെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം വളം കൊടുത്താൽ മതി. അതായത് മഴയുടെ ആരംഭത്തിലും ഇടസമയത്തും വളം കൊടുത്താൽ ഒരാൾ ഹൈറ്റുള്ള PVC പൈപ്പിൽ നിന്ന് നല്ല രീതിയിൽ നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം വളമൊക്കെ കൊടുത്ത് അത് നോക്കിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഏതാണ്ട് ഒരു 10 കിലോയോളം നമുക്ക് പച്ചക്കുരുമുളക് കിട്ടും. ഇപ്പോഴത്തെ വില അനുസരിച്ച് 10 കിലോ പച്ചക്കുരുമുളക് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വിലയാവും. അപ്പോൾ ഇതേലെ ഈ പറഞ്ഞ രീതിയിൽ ഒരു 10-20 മൂട് സ്ഥലവിസ്തൃതി ഉള്ളവർക്ക് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു തൊഴിലായിട്ട് നമുക്ക് സ്വീകരിച്ച് കൊണ്ടുപോയി എടുക്കുവാൻ സാധിക്കും. അപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിയായിട്ട് തൊഴിലായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ വള്ളിക്കുരുമുളക് വേണം വെക്കാൻ. അതല്ല, നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് കുറഞ്ഞ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കുറ്റിക്കുരുമുളക് മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കാവൂ. നമുക്കറിയാം കുരുമുളകിൻ്റെ മേന്മ. നമ്മുടെ നിത്യ ആഹാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഈ കുരുമുളക്. അപ്പോൾ അതുകൊണ്ട് ഇലഞ്ഞൂർ വ്ളോഗിൻ്റെ എല്ലാ പ്രേക്ഷകരും ഒന്നുകിൽ കുറ്റിക്കുരുമുളകോ അതല്ലെങ്കിൽ വള്ളിക്കുരുമുളകോ ഒന്ന് വച്ച് പിടിപ്പിച്ച് സംരക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും റിപ്ലൈ അയക്കും. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.